കൊല്ലം ബീച്ചിൽ കോടികൾ ചിലവിട്ട് നിർമ്മിച്ച മറൈൻ അക്വേറിയം കാട് മൂടിയിട്ട് നാളുകൾ ഏറെയായി. അലങ്കാര മത്സ്യങ്ങൾക്ക് പകരം ഇന്ന് ഇഴജന്തുക്കളാണ് ഇവിടെയുള്ളത്. അനാസ്ഥ കൺമുന്നിൽ കണ്ടിട്ടും കോർപ്പറേഷൻ ഇതുവരെ നടപടിയെടുത്തിട്ടില്ല. കോവിഡ് കാലത്തുണ്ടായ പ്രതിസന്ധിയാണ് അക്വേറിയത്തിന്റെ പ്രവർത്തനം താളം തെറ്റാൻ കാരണം എന്നാണ് അധികൃതർ പറയുന്നത്. കടലിലെ വിസ്മയ കാഴ്ചകൾ നേരിട്ട് കാണാൻ അവസരമൊരുക്കിക്കൊണ്ടാണ് കൊല്ലം കോർപ്പറേഷൻ കൊല്ലം ബീച്ചിന് സമീപത്ത് ഈ മറൈൻ അക്വേറിയം ഇവിടെ സ്ഥാപിച്ചത്. കോടികൾ ചിലവിട്ട് സ്ഥാപിച്ച മറൈൻ അക്വേറിയത്തിൽ ഇന്ന് മത്സ്യങ്ങളില്ല. പകരമുള്ളത് ഇഴജന്തുക്കൾ മാത്രമാണ്. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ നേതൃത്വത്തിൽ 1.5 കോടി രൂപ ചിലവഴിച്ച് ആധുനിക രീതിയിൽ നിർമ്മിച്ച മറൈൻ അക്വേറിയം 2019 പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയത്. വൈവിധ്യമാർന്ന അപൂർവ ഇനം 23ഓളം കടൽ മത്സ്യങ്ങളാണ് അക്വേറിയത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് സ്ഥിതി ഇതാണ്. ബീച്ചിൽ വരുന്ന സാധാരണക്കാർക്കൊക്കെ കയറാൻ പറ്റിയൊരു സ്ഥലവും കൂടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏകദേശം ഒരു 4 വർഷമായി ഇത് പൂട്ടിക്കിടക്കുകയാണ്. ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇഴജന്തുക്കളുടെ ഒരു താവളമായി മാറിയേക്കുകയാണ്. അതേപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു താവളമാണ് രാത്രികാലങ്ങളിൽ. ഓരോ മത്സ്യത്തിനും ആവശ്യമായ ആവാസ വ്യവസ്ഥയോടുകൂടി 25 ചില്ലുകൂടുകളും ഒരുക്കിയിരുന്നു. ഇതിന് മാത്രം 25 ലക്ഷം രൂപയാണ് ചിലവഴിച്ചത്. 12,000 ലിറ്റർ ശേഷിയുള്ള ജലാശയം, 15 സമുദ്ര മാതൃകകൾ എന്നിവയും ഇതിൽ ഉൾപ്പെട്ടിരുന്നു. ദിവസേന 100 കണക്കിന് സഞ്ചാരികളെത്തുന്ന ബീച്ചിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കൗതുകമുണർത്തുന്ന കാഴ്ചകൾ സമ്മാനിച്ച ഇടമാണ് ഇന്ന് ഈ രീതിയിൽ കാട് മൂടിയത്. ഇത് ആകപ്പാടെ 2 മാസം ഇത് തുറന്ന് പ്രവർത്തിച്ചിട്ടുള്ളൂ. ഇവിടെ ഒരുപാട് സ്റ്റാഫുകളുണ്ട്. അവരെ ഉപജീവനം നശിപ്പിച്ച് മൊത്തം കാട് കയറി ഇവിടെ വന്യസങ്കേതം കണക്ക് നശിപ്പിച്ച് മൊത്തം ഇട്ടേക്കുക. സമുദ്രജീവികളെക്കുറിച്ച് അറിവ് പകരുന്നതിനും അക്വേറിയം സഹായകരമായിരുന്നു. പാസ് ഉപയോഗിച്ചായിരുന്നു പ്രവേശനം. 3D തിയേറ്റർ സൗകര്യം ഉൾപ്പെടുത്തി അക്വേറിയം കൂടുതൽ ആകർഷകമാക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഒന്നും നടന്നില്ല. അക്വേറിയത്തിന്റെ പരിപാലന ചുമതല കരാർ നൽകിയെങ്കിലും കരാർ ഏറ്റെടുത്തയാൾ ഉപേക്ഷിച്ചുപോയി. ഇവിടെയുണ്ടായിരുന്ന മത്സ്യങ്ങളിൽ പലതും ഇതിനിടയിൽ ചത്തും പോയിട്ടുണ്ട്. ബാക്കിയുണ്ടായിരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ആർക്കും അതിന് ഉത്തരവുമില്ല. കെട്ടിടത്തിന്റെ ഒരു മേൽക്കൂര തകർന്ന് പരിസരം ഇപ്പോൾ കാടുമൂടിയ നിലയിലാണ്. ഇനി ഇത് മെയിൻറ്റെയിൻ ചെയ്ത് റെഡിയാക്കി പഴയ രീതിയിലാക്കണമെങ്കിൽ തന്നെ നല്ലൊരു തുക, ലക്ഷക്കണക്കിന് രൂപയാവും. അങ്ങനെ ദീർഘവീക്ഷണമില്ലാത്തതും ഇത് കാലാകാലങ്ങളിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വികസനം എന്ന് പറയുന്നത് ദീർഘവീക്ഷണമില്ലാത്തതും ഇത് ഈ പ്രോജക്റ്റുകൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവർ എല്ലാ കാലത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് വന്നതോടെയാണ് അക്വേറിയത്തിന്റെ പ്രവർത്തനം മുടങ്ങിയതെന്നാണ് അധികൃതരുടെ വാദം. എന്നാൽ അതും കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടിട്ടും മറൈൻ അക്വേറിയം തുറന്ന് പ്രവർത്തിപ്പിക്കാൻ നടപടി ഉണ്ടായിട്ടില്ല. എന്റെയും നിങ്ങളുടെയും നികുതി പണം കൊണ്ട് നിർമ്മിച്ച മറൈൻ അക്വേറിയമാണ് അധികാരികളുടെ അനാസ്ഥ മൂലം ഇങ്ങനെ കാട് മൂടി കിടക്കുന്നത്. കോടികൾ ചിലവിട്ട് ഇത്തരം കേന്ദ്രങ്ങൾ നിർമ്മിക്കുമ്പോൾ അത് പരിപാലിക്കാനുള്ള മാന്യതയും മര്യാദയും കൂടി ഉദ്യോഗസ്ഥർ കാണിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ സാധാരണക്കാരുടെ നികുതി പണം ഇങ്ങനെ കാട് മൂടിപ്പോകും. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.